എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് അസോസിയേഷന്റെ ഭാഗമായിട്ട് ഒരു അടിപൊളി ട്രിപ്പ് പോകാൻ പോവാണ്. വെയിൽസിലോട്ടാണ് നമ്മുടെ ട്രിപ്പ്. നമ്മൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഞാൻ ആരോ ഏട്ടാ. സോ ഗായ്സ്, നമ്മുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനും ബേബിയും അതുപോലെ തന്നെ ശാശുവും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്കൊരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അതിന് മുമ്പ് മഗ്ഡിയിൽ ഒന്ന് കയറി ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഓർഡർ ചെയ്തു. ഒരു എഗ് മഫിനും പിന്നെ ഒരു ടീയും അതിൻ്റെ കൂടെ ഒരു ഹാഷ് ബ്രൗൺ ഉണ്ട്. അപ്പം അതെല്ലാം ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ്. നല്ലൊരു സേവർ മെനു ആണ് മഗ്ഡിയുടേത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബർഗറൊക്കെ കഴിച്ച് ഞാൻ യാത്ര തുടങ്ങി. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇനി എല്ലാവരും വണ്ടിയിൽ കയറാൻ പോവാണ്. അപ്പം ബേബി ചെറുതായി ഉറങ്ങി. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ്. കിടക്കുന്നതാണ് നമ്മുടെ ഈ പോകാൻ പോകുന്ന ടൂറിസ്റ്റ് ബസ്. സോറി, ബ്ലറായിപ്പോയി. ആ കിടക്കുന്ന വണ്ടിയിലാണ് നമ്മൾ പോണത്. ഇതൊരു വലിയ പാർക്കാണ് കേട്ടോ, ഇവിടുത്തെ റൗണ്ട് ഹേ എന്ന് പറയും. അപ്പം അതിനടുത്തായിട്ട് പാർക്കിംഗ് കിട്ടി എല്ലാവർക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബസ്സും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. സോ എക്സൈറ്റഡ്. നമ്മുടെ ചേട്ടന്മാരെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ബസ്സിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് ഡ്രൈവർ, സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഡ്രൈവറൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞല്ലോ. അപ്പം വണ്ടിയിൽ നമ്മളെല്ലാവരും കയറിയിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരും കയറിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ ഇവിടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വൈബോൺ യേ! അങ്ങനെ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് ട്രിപ്പ് പോണത് കേട്ടോ. നമ്മളുടെ കോളേജിലാണ് ലാസ്റ്റായിട്ട് ഇങ്ങനെയൊരു ട്രിപ്പ് ബസ്സിൽ ഒത്തിരി പേരോടൊപ്പം പോണത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് പേര്. അപ്പം ആ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നാട്ടിലൊക്കെ പോണ പോലെ അടിച്ചു പൊളിച്ചായിരുന്നു പോയത്. ഇത് ആദ്യത്തെ ബ്രേക്ക് പ്ലേസ് ആയിരുന്നു. ഒരു സർവീസ് സ്റ്റേഷനാണ്. ഇവിടെ മിക്കവാറും UK നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സർവീസ് സ്റ്റേഷനുകളിൽ നിർത്താറുണ്ട്, നമ്മൾ കുറച്ച് ടയർഡ്നെസ് ഒക്കെ മാറാൻ. അവിടെ നമ്മുടെ അസോസിയേഷൻ്റെ തന്നെ ചേച്ചി ബീന ചേച്ചി നമുക്കെല്ലാവർക്കും ഫുഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് കഴിച്ച്, കൂടെ നമ്മുടെ ഡ്രൈവർ അപ്പൂപ്പനും നമ്മുടെ ഫുഡ് എൻജോയ് ചെയ്ത് കാണാൻ ഒരു ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ പുള്ളിയോട് പോയി സംസാരിച്ചു. പുള്ളി പറഞ്ഞു അടിപൊളി ഫുഡായിരുന്നു. പുള്ളിക്കാരൻ നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പം പറഞ്ഞത്. പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടു. ഇനിയൊരു പാട്ടായാലോ? ചുമ്മാ ഉടായിപ്പ്. ചേട്ടനൊന്നുമല്ല പാടുന്നത്, ബാക്കിയൊക്കെ ചേട്ടനാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറേ ഗെയിംസൊക്കെ വെച്ചു കേട്ടോ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രഞ്ജിത്ത് ബ്രോയുടെ ഗെയിംസ് അടിപൊളിയായിരുന്നു. കാരണം നമ്മുടെ തല നല്ല രീതിയിൽ പുകഞ്ഞിട്ട് പിന്നെ അതിനകത്തൊന്നും ഇല്ല, അത്രയ്ക്ക് ആവിയായിപ്പോയി. അടിപൊളിയായിരുന്നു കേട്ടോ. യൂഷ്വലി 4 മലയാളികൾ കൂടിയാൽ കളിക്കുന്ന ദംഷ്രാറ്റ്സ്, അന്താക്ഷരി, അങ്ങനെ തുടങ്ങി പലതരം ഗെയിംസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഒന്നിനൊന്നും മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് വെയിൽസിനടുത്തെത്തിയപ്പം മുതലുള്ള കാഴ്ചകൾ അടിപൊളി ഗ്രീനറി ആയിരുന്നു കേട്ടോ. വലിയ ആൾക്കാർക്ക് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള കൊച്ചു കൂട്ടുകാർക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗെയിംസുകളും ഇതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവർ നമ്മളൊപ്പം വരുവാണല്ലോ, അവർക്കും ആ ഒരു സോഷ്യൽ ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ വേണ്ടേ. അപ്പം അവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഗെയിംസൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു നമ്മുടെ യാത്രയിൽ. നല്ല മനോഹരമായിരുന്നു. അപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ചില കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. ഇൻ ദ മീൻ ടൈം ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റിൽ ഞാൻ പോകാൻ പോകുന്നത് പ്ലാസ് ഗാർഡൻ ആൻഡ് ഹിഡൻ ഗാർഡനിലേക്കാണ്. ആ ഗാർഡൻ നേഷൻസ് ഫേവറേറ്റ് ഗാർഡൻ കോമ്പറ്റീഷനിലെ 2023 വിന്നറായിട്ടുള്ള ഒരു ഗാർഡനാണ് കേട്ടോ. ഹിഡൻ ഗാർഡൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയോ ഉണ്ട് കാഴ്ചകൾ എന്ന് നമുക്കറിയാം. പക്ഷെ എന്താണ് അവിടെ ഹിഡൻ, എന്തായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് എന്നൊക്കെ വഴിയേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ യാത്രയിൽ ഒപ്പച്ചേരണം. എന്നാൽ മാത്രമേ അവിടെ ചെന്നിട്ട് എന്താണ് അവിടുത്തെ വെറൈറ്റി എന്ന് നമുക്ക് ഒരുമിച്ച് അറിയാം കേട്ടോ.
UK-ലെ 4 രാജ്യങ്ങളിലെ ഒരു രാജ്യമാണ് വെയിൽസ് എന്ന് പറയുന്നത്. പക്ഷെ വെയിൽസിന്റെ നേച്ചർ കണ്ടപ്പോൾ നമുക്ക് വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഫുൾ ഗ്രീനറി, കാം അറ്റ്മോസ്ഫിയർ ആൻഡ് പ്യുവർ എയർ. ഈ ട്രയോ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ആണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജസ്റ്റ് ഈ പുറത്തോട്ട് പോകുമ്പോൾ തന്നെ എന്ത് രസമാണല്ലേ കാണാൻ. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ നേച്ചറിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പീസ്ഫുൾ ആവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. ആ ഫീലാണ് കേട്ടോ എനിക്ക്. എല്ലാം ചേർന്ന ഒരു നേച്ചുറൽ സിംഫണി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു സംഗീതം പോലെ. വെയിൽസ് ആണെങ്കിൽ ഹിൽസും കോസ്റ്റൽ വ്യൂസും ഹിഡൻ വാലീസും കൊണ്ട് ഭയങ്കര പ്രസിദ്ധമാണ്. അതുപോലെ തന്നെയാണ് ഈ പോകുന്ന വഴിയിലെ യാത്രകളും കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്ന മെനായ് ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്സ് ഇൻ വെയിൽസ്. മെനായ് സ്ട്രേറ്റ്, അതായത് ഐൽ ഓഫ് ആംഗ്ലസിനെയും മെയിൻ ലാൻഡ് ഓഫ് വെയിൽസിനെയും ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പം ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെനായ് സ്ട്രേറ്റിന് മുകളിലായിട്ടാണ് മെനായ് ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ലണ്ടൻ പോലെയുള്ള ഹോളിഹെഡ് റൂട്ടിലേക്ക് പോവുക ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തിനേറെ പറയണ്ടു, ട്രേഡിന് വരെ പോകുന്നത് ഫെറീസ് യൂസ് ചെയ്ത് പോകുമ്പം ബാഡ് വെതറിൽ ഒരുപാട് ഡെത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ടും ഈ ബ്രിഡ്ജ് അവർ പണിതത്. ലെജൻഡറി സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള തോമസ് ടെൽഫോർഡ് 1819 കൺസ്ട്രക്ഷൻ ബിഗിൻ ചെയ്തെങ്കിലും 1826 ഇത് ഓപ്പൺ ചെയ്തത് കേട്ടോ. ഹെവി ഗുഡ്സും ട്രാഫിക്കും ഒക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് ആയിട്ടാണ് ഇതിനെ ക്ലെയിം ചെയ്യപ്പെടുന്നത്. വാട്ടർ ലെവലിൽ നിന്നും 100 ഫീറ്റ് എബോവ് ആയിട്ടാണ് ഈ ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. അപ്പം വലിയ വലിപ്പമുള്ള സെയിലിംഗ് ഷിപ്സ് ഒക്കെ പോകുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്ന രീതിയിലാണ് അവർ പണിതേക്കുന്നത് കേട്ടോ. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 417 മീറ്റേഴ്സാണ്, അതായത് 1368 ഫീറ്റോളം വരും. ഇതിനെ ഇടയ്ക്ക് 2-3 വട്ടം തന്നെ ഇതിനെ സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രിഡ്ജ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു, നല്ല രസമായിരുന്നു അതിനകത്തൂടെ പോകാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിലിരുന്ന് നമുക്ക് നമ്മുടെ ജോഫി ചേട്ടനാണ് ഇതിൻ്റെ വീഡിയോസ് ഒക്കെ എടുത്തു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പം ആദ്യം നമ്മൾ നമ്മുടെ ഗാർഡൻ, പിന്നീട് നമ്മൾ ബീച്ച്, ഇങ്ങനെയായിരുന്നു നമ്മളുടെ ഇന്നറിയിലുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ അപ്പച്ചൻ നമ്മളെ ആദ്യം ബീച്ചിൽ കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചു. പിന്നെ നമ്മുടെ ഇടപെടലൊക്കെ കാരണം അതിനെ തിരിച്ച് നമ്മുടെ ഗാർഡനിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഏറെ നേരം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആക്ച്വലി നമ്മുടെ ഗാർഡനിലോട്ടുള്ള എൻട്രി കേട്ടോ. പക്ഷെ നമ്മുടെ അപ്പച്ചൻ അങ്ങോട്ട് കയറാതെ 2-3 വട്ടം അവിടെയും ഒന്ന് കറക്കി നമ്മളെ എല്ലായിടവും ഒന്ന് കൊണ്ട് കാണിച്ചു. അത്രയ്ക്കും സ്നേഹവാനായിരുന്നു കേട്ടോ നമ്മളുടെ ഡ്രൈവർ അപ്പച്ചൻ. അപ്പം 2-3 വട്ടത്തെ കറക്കത്തിന് ശേഷം നമ്മളിതാ നമ്മളുടെ ഗാർഡനിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഗാർഡൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇനി നമുക്ക് നോക്കാവേ. അപ്പോൾ ഇന്ന് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് 1800-ലാണ് കേട്ടോ. ആംഗ്ലസിലെ ഷെരീഫായിരുന്ന ജോൺ പ്രൈസ് അദ്ദേഹത്തിന് നിലയ്ക്കും വിലയ്ക്കും മുതങ്ങുന്ന ഒരു വീട് പണിയാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥലമാണ് കേട്ടോ, അദ്ദേഹം ആ ഏരിയയിലെ ഒരു ജന്മയായിരുന്നു. അങ്ങനെയാണ് ഇത് പണിയപ്പെട്ടത്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഗൈഡുണ്ട്. ഗൈഡ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. പ്രത്യേകിച്ച് ഒരു റൂട്ട് മാപ്പൊക്കെ ഷെയർ ചെയ്തു. പിന്നെ ഏതൊക്കെ ഏരിയാസാണ് കാണേണ്ടത്, ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ. ഇതിൽ നിന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല, ശ്രദ്ധിച്ചിരിപ്പുണ്ട്, പക്ഷെ ആർക്കൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അപ്പം ഇതിൽ നിന്ന് എനിക്കത് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഞാൻ ഹിസ്റ്ററി ഒക്കെ വായിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ പിന്നീട് കുറേ മനസ്സിലായത്. 1800s ഇത് പണിയപ്പെട്ടെങ്കിലും പിന്നീട് ഇത് നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയും ഇതിനെ റീഡിസ്കവർ ആൻഡ് റിസ്റ്റോർ ചെയ്തത് 1996 ആന്റണി ടവർണർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേട്ടോ. ഇതിന് പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡിസ്റ്റിങ് ഗാർഡൻസ് ചേർന്നതാണ് ഈ പ്ലാസ് ഗാർഡൻ, ഹിഡൻ ഗാർഡൻ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഞങ്ങളുടെ എല്ലാം ഈ ശ്രദ്ധ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളെല്ലാം ഇത് കേട്ട് കഴിഞ്ഞ് ഉടനെ ഗാർഡനിലോട്ട് ഇറങ്ങുകയാണെന്ന്. പക്ഷെ അല്ല, ഇതെല്ലാം കേട്ട ക്ഷീണത്തിലും അല്ല കേട്ടോ. നമ്മൾ യാത്ര ചെയ്തൊക്കെ ടയേർഡായി. പിന്നെ ഉച്ചനേരവുമായി ഞങ്ങൾ ആദ്യം പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയണം, നമ്മുടെ അസോസിയേഷൻ തന്നെ നമുക്ക് എല്ലാവർക്കും ഫുഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ഗാർഡനിലേക്കുള്ള നടത്താണ് കേട്ടോ. 200 ഏക്കേഴ്സിലായിട്ടാണ് ഈ വാലി സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ഡിസ്റ്റിങ് ഗാർഡൻസ് ആണ്. ഒരു വോൾഡ് ഗാർഡൻ ഉണ്ട്. നമ്മൾ കയറുമ്പം ആദ്യം കാണുന്നത് ഈ വോൾഡ് ആയിട്ടുള്ള ഗാർഡൻ ആണ്. അതിന് ശേഷമായിട്ട് ഒരു സീക്രട്ട് വാലി ഉണ്ട്. അതിനുള്ളിലായിട്ട് ഒരു റിവറും 3 വാട്ടർ ഫോൾസും ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ കൊച്ചു ഹിടനാവാതിരുന്നു. ക്ലൈംബിങ് അല്ലേ, എന്ത് ഭംഗിയാണ്.
വാട്ടർഫോൾസ് നമ്മൾ പറയുമ്പം ഇപ്പം നമ്മൾ ഈ കേരള എന്നൊക്കെ വന്നവർക്കാകുമ്പം വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വലിയ വാട്ടർഫോൾസാണ് തോന്നുക. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വാട്ടർഫോൾസാണ് കേട്ടോ. അതിനുശേഷം ഒരു അപ്പർ വുഡ്ലാൻഡ് ഗാർഡൻ ഉണ്ട്. അവിടെ നമുക്ക് 19th സെഞ്ച്വറീസ് അവിടെ ഉള്ളത് കേട്ടോ. കുറേ കയറ്റവും ഇറക്കവും കുറേ ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള അടിപൊളി പിക്ചറസ്ക് ആയിട്ടുള്ള ഒരു ഹിഡൻ വാലിയാണ്. അടിപൊളി രസമാണ്. അപ്പം നമുക്ക് അതൊക്കെ കണ്ടുവരാം കേട്ടോ. ഇത് നമ്മുടെയൊക്കെ അവിടുത്തെ മറ്റേ അരുവി ഒഴുകി വരുന്നവരുണ്ട്. കണ്ണൂരൊക്കെ ഇങ്ങനെ പഴയ സ്ഥലത്ത് നല്ല പാവ താറാവ്. ചാച്ചി പിടിച്ചങ്ങ് ഫ്രൈ ആക്കിയാലോ? അങ്ങനെ നീണ്ട യാത്രകൾക്ക് ശേഷം നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. എക്സിറ്റായി. ഇനി എല്ലാം റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം നമ്മുടെ ഹിഡൻ ഗാർഡൻ അടിപൊളിയായിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. വീഡിയോ ഓൾറെഡി ലെങ്തി ആയതുകൊണ്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമുക്കൊരു പാർട്ട് ആയിട്ട് കണ്ടാലോ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ബൈ.